അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഇതിപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണോ? നേരത്തെ ട്രംപ് തന്നെ പറഞ്ഞത് 1 മാസത്തോളമൊക്കെ നീണ്ടു നിന്നേക്കാം, 4 ആഴ്ച എന്നതാണ്. പക്ഷേ പെന്റഗൺ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, ഈ യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയേക്കാം എന്ന തരത്തിൽ എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് ചെലവ് ചുരുക്കി അത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് വലിയ തുക നഷ്ടമാവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഒരു യുദ്ധമായി ഇത് മാറുന്നുണ്ടോ, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല? അഭിലാഷേ, ഇതിൽ എന്ത് കണക്കുകൂട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ആദ്യത്തെ ചോദ്യം. കാരണം അതായത് ഇന്റർനാഷണൽ ഒരു റൂൾ ഓഫ് ലോ, അതായത് യാതൊരുവിധ നിയമങ്ങളും യാതൊരുവിധ ഇന്റർനാഷണൽ നോംസും വേൾഡ് ഓർഡർ ഒരു ഇന്റർനാഷണൽ ഓർഡർ ഉണ്ട്. ആ ഓർഡറിന്റെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ അതായത് ഇതിൽ ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയത് അവിടെ ഈ അസൾട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഇവിടെ BBC റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. അതായത് ഈ മീഡിയേഷൻ ഇൻ എ സിഗ്നിഫിക്കന്റ് US-Iran talks end after significant progress. നെക്സ്റ്റ് വീക്കിൽ എന്തോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ അത് പുരോഗതിയിലേക്ക് പോകുന്നു എന്നൊരു നിഗമനം. പക്ഷേ ആ ഘട്ടത്തിലും ട്രംപ് തൃപ്തനല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. അല്ല, അഭിലാഷ്, ഇതിന്റെ പ്രശ്നം എന്തെന്നറിയോ? നമ്മൾ ഇന്റർനാഷണൽ പ്രോസ്പെക്റ്റിൽ നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലോയുടെ അണ്ടർ പ്രോസ്പെക്റ്റിൽ മാത്രമേ നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ കൃത്യമായ ഒരു മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്പെയിൻ എന്തുകൊണ്ടാണ്, യൂറോപ്യൻ യൂണിയൻ മൊത്തം എന്താണ് ഒരു സ്വിംഗ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഇതിൽ ഒരു ലീഗലായ യാതൊരു ആർഗ്യുമെന്റും ഇതിലില്ല. അതായത് നമ്മള് ഇറാഖ് യുദ്ധത്തിൽ ഉണ്ടായത് എന്താണെന്ന് കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഇന്നൊരു പക്ഷേ ബ്രിട്ടീഷ് മീഡിയകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെ വാൺ ചെയ്യുന്നതും ഇതാണ്, നമ്മൾ വി ഡോണ്ട് ഫോൾ ഇൻ ടു ദ ട്രാപ്പ്. ഇറാഖ് വാറിൽ ബ്രിട്ടന് സംഭവിച്ച അബദ്ധം നമുക്ക് ഉണ്ടാവരുത്. കൃത്യമായ ഒരു മാൻഡേറ്റ് ഇല്ലാതെ, ലീഗാലിറ്റി ഇല്ലാതെ, ഇല്ലീഗലായ ഒരു വാറിൽ നമ്മൾ പോയി ഇടപെടരുത്. ഒന്ന്. രണ്ട്, ഈ വാർ തുടങ്ങുന്ന സമയത്ത് മിലിറ്ററി ഓപ്പറേഷൻ എന്നൊക്കെയാ പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഇതൊരു വാറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രംപ് പറഞ്ഞത് അതായത് റെജീം ചേഞ്ച് എന്നുള്ളതാണ്. അഭിലാഷേ, ഇതിനു മുമ്പ് റെജീം ചേഞ്ച് നടന്ന ഒരു സ്ഥലത്തും ഒരു റെജീം ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഉദാഹരണം ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലിബിയ, ഇവിടെയൊക്കെ പോയി റെജീം ചേഞ്ചിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പോയ ഒരു സ്ഥലങ്ങളിലും ആ രാജ്യത്തെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു റെജീം ചേഞ്ചും ഈ അമേരിക്ക നമ്മളോട് ഉണ്ടാകുമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കണ്ടില്ല. ഒന്ന്. രണ്ട്, ഒരു റെജീം ചേഞ്ച് വേണമെങ്കിൽ there should be a leadership ready to occupy. ഇപ്പൊ പറയുന്നത് അവിടെ പോയി ആക്രമിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് ജനങ്ങളോട് ഇറങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ഈ സത്യം പറഞ്ഞ എനിക്കത് സാധാരണ അല്ല. പക്ഷേ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കണക്കുകൂട്ടലുകൾ പിഴച്ചോ എന്നതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്തായിരുന്നു ആ കണക്കുകൂട്ടൽ എന്നത് നമുക്കറിയില്ല. പക്ഷേ ഒരു ലോകക്രമത്തിൽ നിന്ന് വിലയിരുത്തുമ്പോൾ എന്താണ്, ഇറാനിൽ കൃത്യമായ ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്നു, അതിനെ ഖമനേയുടെ ആളുകൾ അടിച്ചമർത്തുന്നു, അതിനെതിരായ പ്രതിഷേധം അതിരൂക്ഷമായി തുടരുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഖമനേയെ പുറത്താക്കുക, ഇല്ലാതാക്കുക, അങ്ങനെ മറ്റൊരു ഭരണം അവിടെ കേന്ദ്രീകരിക്കുക, അതിന് പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായി അവർ കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നിശ്ചിത ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഈ ആക്രമണത്തിനുണ്ടായിരുന്നുവെന്ന് നമുക്ക് പൊതുവെ നിരീക്ഷിക്കാനാവില്ല. അവിടെയാണ്, അതായത് ഇനി നിങ്ങൾ ഭരണമാറ്റത്തിലേക്ക് വരും, ജനങ്ങൾ അവിടെ ഭരണമാറ്റത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കരുതിയെടുത്താണ് ഈ പിഴവുകൾ സംഭവിക്കുന്നു എന്ന് സംശയിക്കേണ്ടത്. ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടിയിട്ട് ആ ഗ്രൗണ്ട് പ്രിപ്പയർ ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനങ്ങനെ ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ അല്ല. ഹൂ ഇസ് ഗോയിങ് ടു ബി, ആരാണ് ടേക്ക് ഓവർ ചെയ്തതെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റെജീം ചേഞ്ചിന് വേണമെങ്കിൽ അതിന് പറ്റിയ ഒരാളാരാണ്? അമേരിക്കയിലിരിക്കുന്ന ഷായോ? ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒരു അക്സെപ്റ്റൻസ്
ഗ്രൗണ്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. വിശ്വസിക്കുന്നില്ല. ഏതായാലും ഒരുമാതിരിപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ അനലിസ്റ്റും പറയുന്നത് ഈസ് നോട്ട് എക്യുപ്ഡ്. അതായത് നമ്മൾ ആ ലീഡർഷിപ്പ് എടുക്കുകയും റെജീം ചേഞ്ച് ചെയ്യുകയും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അതിന് പറ്റിയ ഒരാൾ വേണം. അഭിലാഷേ, എന്റെ ഒരു റീഡിങ് ഇതൊരു എപ്സ്റ്റീൻ ഫയൽ വാറാണ്. അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു നെഗോഷിയേഷൻ നടക്കുകയാണ്. അതിൽ ഒമാൻ ഇടപെട്ട് പോസിറ്റീവായ രീതിയിൽ പ്രോഗ്രസീവായ രീതിയിൽ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ ഏതാണ്ട് സിഗ്നിഫിക്കന്റ് ആയ പ്രോഗ്രസ് ഉണ്ടായി, ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വിയന്നയിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ സമയത്ത് ഈ അടിയുണ്ടാകുമ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അഭിലാഷ് കുറച്ചു മുമ്പേ ചോദിച്ച കണക്കുകൂട്ടൽ, ഈ കണക്കുകൂട്ടലുകൾ ആയിരുന്നില്ല എപ്സ്റ്റീൻ ഫയൽ മുക്കുക എന്നുള്ള അതായിരുന്നു യഥാർത്ഥ കണക്കുകൂട്ടൽ. ഓൺ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഇത് മേ ബി ചിലപ്പോൾ സക്സസ്ഫുൾ ആയി കാണും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.